കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തികളും കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി കാഴ്ചവെച്ചാൽ നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കും. കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നതാണ് ക്രിസ്തീയ ആധ്യാത്മികതയുടെ മർമ്മം. അപ്പോൾ നമ്മൾ സേഫ് സോണിലാവും, സുരക്ഷിത മേഖല. ആത്മീയ ജീവിതത്തിലെ സേഫ് സോണെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് തന്നെയാണ്. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നിലപാട് കൊണ്ട് ഒക്കെ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ വസിക്കാം. എങ്ങനെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കും? അപ്പോൾ ഈശോ അതിൻ്റെ നോഹൗ എങ്ങനെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ വസിക്കുന്നത് എന്നതിന് ഈശോ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു നിർദ്ദേശം, ഒരു മാതൃക തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലുള്ളത്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും
എൻ്റെ സ്നേഹത്തിൽ വസിക്കാം. സെക്വീന അല്ലെങ്കിൽ സെക്വീനെ എന്നൊരു വാക്കാണ് ഈശോ വസിക്കുക എന്ന മലയാളം വാക്കിന് ഉപോദ്വേഗമായി ഗ്രീക്ക് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. സെക്വീനെ 9 പ്രാവശ്യമാണ് ശരിക്കും വസിക്കുക എന്നുള്ള വാക്ക് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ തന്നെ ആദ്യത്തെ ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വചനങ്ങളാണ് ഇതെല്ലാം. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്നൊക്കെ പറയുന്നത് ഈശോ എടുത്തത് ഒരു ഇടയ സാംസ്കാരിക പാരമ്പര്യത്തിൽ നിന്നാണ്. അന്ത്യകാലമാകുമ്പോൾ ഇടയൻ ആടുകളെ എല്ലാം ആട്ടിത്തെളിച്ച് അതിനെ പച്ച പുല്ലും നിശ്ചലമായ ജലവും എല്ലാം കൊടുത്ത്, ശുദ്ധജലം കൊടുത്ത് അതിനെ തീറ്റിപ്പോറ്റി ഒടുവിൽ അതിനെ വിശ്രമത്തിന് കൊണ്ടുവന്ന് ആലയിൽ കയറ്റുമ്പോൾ അതിൻ്റെ കുഴലൂതി എല്ലാ ആടുകളെയും ഇടയൻ തൻ്റെ ആലയുടെ നിർദ്ദിഷ്ട സ്ഥാനത്ത് കൊണ്ടുവരുമ്പോൾ ആലയ്ക്ക് 4 അതിരുകളിലും അതിൻ്റെ വാതായനങ്ങളിലൊക്കെ തീ കൂട്ടി മറ്റിടയന്മാരെ കാവല് കിടക്കുമ്പോൾ ആലയിലുള്ള ആ വലിയ ചുറ്റുവളപ്പിനുള്ളിൽ തൻ്റെ ആടുകളുമായി കിടക്കുന്ന ഇടയനുണ്ട്. അപ്പം ചില ആടുകൾ വളരെ പെറ്റായിട്ടുള്ള അരുമ ആടുകളെല്ലാം വന്ന് ഇടയനോട് ചേർന്ന് തലവെച്ച് ഇടയനിങ്ങനെ മലർന്ന് കിടക്കുമ്പോൾ അവൻ്റെ കാല് തൊട്ട് തലവരെ വയറേൽ തൊട്ട് നെഞ്ചിലുമൊക്കെ തലവെച്ച് ആടുകൾ കിടന്നുറങ്ങും. അപ്പം ചില ആടുകൾ തലേണി പോലെ വന്ന് ഇടയൻ്റെ തലേണിയായിട്ട് കിടക്കും. ഇങ്ങനെ ഇടയൻ്റെ കൂടെ അവൻ്റെ വിയർപ്പിൽ ആടിൻ്റെ മുശക്കിൽ ഇങ്ങനെ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ഒരു ആത്മബന്ധത്തിൽ കിടന്നുറങ്ങുന്നതിനാണ് ബൈബിൾ സെക്വീന എന്ന് പറയുന്നത്. കർത്താവ് ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കണേ. കർത്താവ് പറയും, ഞാൻ നിങ്ങളിൽ സെക്വീന, നിങ്ങൾ എന്നിൽ സെക്വീന. എങ്ങനെയാണ് ഇങ്ങനെ വസിക്കണത്? ഇതേ രീതി വസിക്കണത്. ഞാൻ പിതാവുമായ സെക്വീനയാണ്. എങ്ങനെയാണ് വസിക്കുകയാണ്? എങ്ങനെ വസിക്കും? എൻ്റെ പിതാവിൻ്റെ വാക്കുകൾ പാലിച്ചാണ് ഞാൻ പിതാവിൽ വസിക്കണത്. അതുപോലെ എൻ്റെ വാക്ക് പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പം ഇതോടുകൂടി ചോദ്യവും പറച്ചിലും ആഗ്രഹവും ആവശ്യവും എല്ലാം അസ്തമിക്കുക. എന്താണ്? എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടില്ലേ? ഈ വസിപ്പിൻ്റെ സുവിശേഷത്തിൻ്റെ ഭാഗമായിട്ട് യോഹന്നാൻ 15:7 എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. ആ വാക്ക് അവസാനം വരണത് ഈ വസിപ്പിൻ്റെ തീവ്രതയും ആത്മബന്ധവും ഒക്കെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ലെന്നും പറയും. യോഹന്നാൻ 16:23 ആ ദിവസം വരും, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കത്തില്ല. ഒരു വല്ലാത്ത ആത്മബന്ധമാണത്. അതായത് ദൈവപൈതലെ ആശങ്കകളും ആശകളും അതിനെക്കുറിച്ചുള്ള തീവ്രമായ നിരാശകളോ ഇങ്ങനെ ഒന്നും എല്ലാം ഇങ്ങനെ അസ്തമിച്ചിട്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ സമർപ്പിതരായവരെ ദൈവത്തിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് സന്തോഷമായിട്ട് മാറുന്ന ഒരവസരമുണ്ട്. വളരെ ദൈവത്തിൻ്റെ ഒരു മനുഷ്യനെ എത്ര കണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ അലിയിക്കാൻ പറ്റും, അതിന് നിലവിലുള്ള വചനങ്ങൾ എങ്ങനെ സ്നേഹത്തോടെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പാലിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്നേഹത്തിൽ വസിക്കും. ഈ വസിപ്പാണ് ഒരു ദൈവ പൈതലിൻ്റെ സന്തോഷമെന്ന് പറയണത്. കാര്യം എന്താ? വചനത്തിലൂടെ
ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത് സന്തോഷമായി മാറും. ബൈബിളിലെ സന്തോഷം പിതാവിൻ്റെ മനസ്സ് നിറവേറ്റുന്നതാണ്. കാര്യം അത് സ്നേഹത്തിലാണ് പിതാവിൻ്റെ മനസ്സ് ഒരു ദൈവപൈതലെ നിറവേറ്റുന്നത്. നമുക്ക് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ക്യാഷ് ആൻഡ് കൈൻ്റെ കൈ കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷമുണ്ടാകുക. ആ ഭൗതിക മനുഷ്യൻ ജഡിക മനുഷ്യൻ നിന്ന് മാറി സ്നേഹം വർത്തമാനമാകുന്നതനുസരിച്ച് കൊണ്ട് ആത്മബന്ധത്തിൻ്റെ അകത്തളങ്ങളിൽ ദൈവവുമായി ഉള്ള വസിപ്പിലുണ്ടാകുന്നൊരു ആന്തരിക സംതൃപ്തിയുണ്ട്. അത് എൻ്റെ ബഹിസ്ഫുരണ സന്തോഷമാണ്. അതുകൊണ്ടാണ് അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ സന്തോഷമെന്ന് സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടില്ലേ? സങ്കീർത്തനം 40:8 മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിൽ ഹോമയാഗങ്ങൾ നീ സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പാ ഇതാ ഞാൻ വരുന്നു. വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വാട്ടർ മേ ബി, അത് കറുത്തതായാലും വെളുത്തതായാലും, എൻ്റെ അനുഭവങ്ങൾ ദുഃഖമായാലും സന്തോഷമായാലും അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷമെന്ന്. ഈ ഭൂമിയെ സത്യസന്ധമായി ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഒരു തീരുമാനം നീ സ്നേഹത്തിലെടുത്താൽ ഇന്നു മുതൽ നിൻ്റെ ഹൃദയം ശാന്തമാവുകയും ഭാരം വിട്ടുമാറുകയും കർത്താവിൻ്റെ കൃപയിലെ കർത്താവിൻ്റെ സ്വന്തമായി നീ മാറുകയും ചെയ്യും. നല്ലവനായ ഈശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. ദിവ്യീശോയെ, എന്ത് ചെയ്താലും നിന്നോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുവാൻ കർത്താവേ ഞങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വന്നിട്ടുള്ള നിരാശകളോ സങ്കടങ്ങളോ എല്ലാം ഈ സ്നേഹരാഹിത്യത്തിൽ നിന്നുണ്ടായതാണെന്ന് ഞങ്ങളെ തിരിച്ചറിയിക്കണമേ കർത്താവേ. എൻ്റെ ഈ വചനങ്ങൾ കേട്ടിട്ടുള്ള മക്കളെ, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പിന്നിട്ടുകൊണ്ട് ഗുരുവായ ഭക്ഷണം കഴിക്കാൻ അങ്ങ് വളർത്തി വലുതാക്കിയ ദൈവഹിതങ്ങൾ അവിടെ ആധ്യാത്മിക ജീവിതത്തിൽ നിന്നെ മാത്രം സ്നേഹിച്ച് വളർന്നു പോകാൻ ലോകത്തെ ജയിക്കുന്ന ഈ സ്നേഹത്താൽ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം യേശുവേ നന്ദി കർത്താവേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ. ഏത് കാര്യം തുടങ്ങുമ്പോഴും കർത്താവേ, എന്ത് കാര്യം ചെയ്യുമ്പോഴും കർത്താവേ, ചിന്തിക്കുമ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും എല്ലാം കർത്താവേ, അങ്ങയുടെ സ്നേഹത്തെ പ്രതി നിർവഹിക്കാൻ, അങ്ങയുടെ ആത്മാവിനോട് ആലോചന കൊണ്ട് നിർവഹിക്കാൻ പരിശുദ്ധാത്മാവിന് ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പറഞ്ഞുവല്ലോ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്, നിങ്ങളെനിക്ക് സാക്ഷ്യമായി തീരുമെന്ന്. കേട്ട വചനങ്ങളാൽ കർത്താവേ ഞങ്ങളെ ആത്മാവിൽ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഇടിച്ചുകൊണ്ട് പാടുകയാണ്. കർത്താവേ, പരിശുദ്ധാത്മാവിൻ്റെ ആത്മഫലങ്ങളാൽ ഞങ്ങൾ നിറയാൻ, കേട്ട വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങൾ ശക്തി പ്രാപിക്കാൻ, എല്ലാ കാര്യങ്ങളും സദാ ദൈവവിചാരത്തോടെ ദൈവസ്നേഹത്തോടെ നിർവഹിക്കാൻ, ദൈവാത്മാവിനോട് ആലോചന ചെയ്ത് നിർവഹിക്കാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ മേൽ നിറയണമേ. കരങ്ങൾ ഇടിച്ചുകൊണ്ട് വാഴ്ത്തിപ്പാടാം. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരിക്കൊണ്ട് നിറയ്ക്കണമേ. എല്ലാവരും ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മവാരികൊണ്ട് നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം
ആത്മസന്തോഷം കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് ആത്മവാരിക്കൊണ്ട് നിറയ്ക്കണമേ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, ശുശ്രൂഷ ഇപ്പോൾ ലോകത്തിൽ നാനാഭാഗങ്ങളിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നവര് കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശ്വാസ ജീവിതത്തെ സമർപ്പിക്കുന്നു, അവരുടെ ഓരോ പ്രവർത്തനങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ അവരെ ശക്തിപ്പെടുത്തുകയും ദൈവസ്നേഹത്താൽ നിറയ്ക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സന്തോഷം നിറയ്ക്കണമേ. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ സ്തുതിപ്പിൽ വാഴുന്നവനെ, ഞങ്ങളുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ ഒരു സാക്ഷ്യം പങ്കുവെക്കുകയാണ് ഈശോയെ. എൻ്റെ പേര് ജൂഡ് ജോസഫ്. ഞാൻ കൂത്തറകുളത്തു നിന്ന് വരുന്നു. ഒരു 1.25 വർഷം മുമ്പ് എനിക്കൊരു വലിയൊരു വാഹനാപകടം ഉണ്ടായിരുന്നു. അപ്പം ഹെഡ് ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ 15 ദിവസം കോമയിലായിരുന്നു. ഡോക്ടേഴ്സ് വരെ കൈവിട്ട അവസ്ഥയിൽ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. പക്ഷേ എന്നാലും ഡോക്ടർ പറഞ്ഞു എന്നെ ഹെഡ് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് മറ്റേ ഓർമ്മശക്തി കുറച്ച് കുറവായിരിക്കും, കാരണം ഹെഡ് ഇഞ്ചുറി ഉള്ളതുകൊണ്ട് എല്ലാം ഓക്കെ വരാൻ കുറച്ച് ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ദന്ത ഡോക്ടറാകാൻ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പം ഞങ്ങൾക്ക് ആ വർഷം 3ാമത്തെ വർഷം എക്സാം ആയിരുന്നു 2 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാം ഓക്കെ ആകാൻ കുറച്ച് സമയം എടുക്കും, എന്തായാലും ഇത്ര അനുഗ്രഹമൊക്കെ ദൈവം തന്നില്ലേ, കുറച്ച് ആൾ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. എന്നാലും എനിക്കിങ്ങനെയായിരുന്നു എക്സാം എഴുതണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ എന്നിട്ട് പഠിച്ചു നോക്കിയപ്പം ഒന്നും ഓർമ്മ വരുന്നില്ല, കോൺസെൻട്രേഷൻ ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് എനിക്ക് എക്സാം ശരിക്കും എഴുതാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഒരു വർഷം നഷ്ടമായി. അങ്ങനെ ജനുവരി അവസാനം പരീക്ഷ എഴുതിയപ്പം എനിക്ക് എല്ലാം ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ചോദിച്ചത്, പക്ഷെ എനിക്ക് ഒന്നിൻ്റെയും ആൻസർ ഒന്നും വരുന്നില്ല. മൈൻഡൊക്കെ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു. ഞാൻ കുറേ നേരം വെറുതെ ഇരുന്നു. എന്നിട്ട് ഞാൻ എന്തൊക്കെയോ എഴുതി. എന്നിട്ട് തിരിച്ച് ഞാൻ മുറിയിലെത്തിയപ്പോഴേക്കും എനിക്ക് ഭയങ്കര നിരാശയായി, കാരണം അല്ലാതെ തന്നെ ഒരു വർഷം പോയായിരുന്നു. ഇനിയും ഈ എക്സാമും ഒന്നും എഴുതിയായിരുന്നു, പരീക്ഷിക്കാൻ ഒന്നും എഴുതാനും പറ്റിയില്ലായിരുന്നു. പിന്നെ ഇനി 6 മാസം പോകുന്നിടത്ത് ഭയങ്കര നിരാശയായി. അപ്പോൾ ആരോ എന്നോട് ഇങ്ങനെ പറയുന്ന പോലെയായിരുന്നു, ഇനി നിന്നെ കൊണ്ടൊരു ഉപകാരമില്ല, നീ ആത്മഹത്യ ചെയ്തോ അങ്ങനെ വരെ പറയുന്ന പോലെ. അപ്പോൾ എനിക്കിനി ആത്മഹത്യ പ്രവണത വരികയായിരുന്നു. പക്ഷെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ഈശോയ്ക്ക് എന്തായാലും ആത്മഹത്യ ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രം ഞാൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസമാണ് എൻ്റെ ക്ലാസ്സിലൊരു സുഹൃത്ത് എന്നോട് ലൈറ്റ് ക്യാൻഡിൽ പ്രയറിനെ പറ്റി പറഞ്ഞത് കൃപാസനത്തിൽ. അപ്പം അങ്ങനെ വെബ്സൈറ്റിൽ തിരികളിച്ച് ഞാൻ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം ജപമാല കഴിഞ്ഞിട്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിൽക്കുമ്പോൾ ആരോ എന്നോട് പറയുന്ന പോലെ നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, എന്നിട്ട് സാക്ഷ്യം പറയാൻ തയ്യാറായിക്കോ എന്ന്. കഴിഞ്ഞ മാർച്ച് 10 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എന്നിട്ട് മാർച്ച് 12 തന്നെ ഇവിടെ വന്ന് ധ്യാനവും കൂടി. ഒരു ദിവസം യൂണിവേഴ്സിറ്റിക്ക് കുട്ടികൾ വിളിച്ചപ്പം അവർ പറഞ്ഞു അന്ന് വൈകുന്നേരം റിസൾട്ട് വരുമെന്ന് പറഞ്ഞു. അവസാനം റിസൾട്ട് നോക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കണ്ണിൽ ഉടമ്പടിത്തലും തേച്ചു. എന്നിട്ട് എൻ്റെ ഒരു കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് ഞാൻ റിസൾട്ട് നോക്കി. റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി. ഞാൻ എഴുതിയ വിഷയങ്ങളെല്ലാം ഞാൻ ജയിച്ചു. റിസൾട്ട് വന്ന് അന്ന് വൈകുന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ശരിക്കും ബ്ലസ്ഡ് ആണ്, നീ ശരിക്കും ദൈവാനുഗ്രഹമുണ്ട്. കാരണം എല്ലാവരും കണ്ടതാണ് ഞാൻ എക്സാമുകളിൽ വെറുതെ ഇരിക്കുന്നത്, ശരിക്കും ദൈവാനുഗ്രഹം മാത്രമാണ്. നല്ലവനായ നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. ഞങ്ങൾ കേട്ട സാക്ഷി ഞങ്ങളുടെ ഹൃദയത്തിലെ വിശ്വാസവും സ്നേഹവും നിറക്കുവാനും ആ സ്നേഹത്തിൽ നിറഞ്ഞ് കർത്താവ് ഞങ്ങൾ ഇപ്പോഴങ്ങേ തിരുസന്നിധിയിൽ ആരാധിക്കാൻ തുടങ്ങിയാണ്. ദിവ്യകാരുണ്യ തിരുസന്നിധിയിൽ ഞങ്ങൾ ആരാധന നടത്തുമ്പോൾ ഈ സ്നേഹം ഞങ്ങളെ ഭരിക്കട്ടെ കർത്താവേ. സ്നേഹത്തോടെ ഞങ്ങൾ സ്തുതിച്ച് നിന്നെ മഹത്വപ്പെടുത്തി ആരാധിക്കുമ്പോൾ നിന്റെ ദൈവികമായ ശക്തി നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കുവേൻ, ഞാൻ നിങ്ങളിലും വസിക്കും എന്ന് പറഞ്ഞ് കർത്താവേ ആ സ്നേഹത്തെ വസിക്കാൻ അങ്ങയുടെ വചനം ഞങ്ങൾ നിലനിർത്തി തരണമേ. അങ്ങനെ വചനം നിലനിന്നാൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കർത്താവേ. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സമ്മർദ്ദങ്ങളിലെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ആരാധിക്കുന്ന നിമിഷങ്ങളിലെ
ഞങ്ങളുടെ ജീവിത അവസ്ഥകളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റിടമേ. ചേർന്ന് പാടാം. ദൈവത്തിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റിടമേ. യേശുവിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റിടമേ. യേശുവിൻ ചൈതന്യമേ ഞങ്ങളിൽ വന്നു നിറഞ്ഞിടണേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റിടമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഗർഭിണികളായ അമ്മമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വർഷങ്ങളായിട്ട് മക്കളില്ലാതെ ഇരുന്നിട്ട് മക്കളുണ്ടാവുകയും എന്നാൽ ഗർഭസ്ഥ ശിശുവിന് കാര്യമായ തകരാറുകളുണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതിന് ശേഷം മനസ്സ് തകർന്ന് നടക്കുന്നവരെ കർത്താവെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ആരാധനയിൽ അവിടെ സ്വന്തപ്പെട്ടവരോ ബന്ധപ്പെട്ടവരോ അവർ തന്നെ പങ്കെടുത്താലും ഈശോ നിന്റെ തിരുമുറിവാർന്ന വലതുകരം ആ വയറിലേക്ക് സ്പർശിക്കണേ കർത്താവെ. ഗർഭസ്ഥ ശിശു തകരാറുള്ളവരുടെ വയറിലേക്ക് കർത്താവെ നീ അവരെ സ്പർശിക്കണമേ കർത്താവെ. അവരെ അടിപ്പിടർ പോലെ അവർക്കത് അനുഭവിക്കാൻ ഈ സമയം കർത്താവെ നീ ഇടയാക്കണമേ കർത്താവെ. എല്ലാ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വൈദ്യശാസ്ത്രത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ കർത്താവെ, അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ ജീവിതം ഇരുട്ടിലായി പോവുകയും മനസ്സ് ഭാരപ്പെടുകയും ചില കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ കർത്താവ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പ്രഗ്നൻസി കോംപ്ലിക്കേഷനുകൾ സമർപ്പിക്കുന്ന കർത്താവെ, രോഗങ്ങളുള്ള സമർപ്പിക്കുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് പാടുന്നു. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റിടമേ. സ്നേഹീശോയെ, തലയിലെ വെള്ളം കെട്ടിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെ ഇപ്പോഴങ്ങ് സുഖപ്പെടുത്തുന്നുണ്ട് കർത്താവെ. ആരാധനയിൽ പങ്കെടുക്കുന്നവരെ അങ്ങ് സുഖപ്പെടുന്ന കർത്താവെ. ദർശന സന്ദേശമുണ്ടല്ലോ കർത്താവെ. തല സംബന്ധവും സ്ഥിരസംബന്ധമായ രോഗങ്ങളെല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവെ നീ സ്പർശിക്കണമേ കർത്താവെ. ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത് കർത്താൽ ഇപ്പോൾ സ്പർശിക്കണം കർത്താവെ. ഈ ആരാധന എപ്പോൾ എവിടെ വെച്ച് ആര് കൂടിയാലും കർത്താവെ അവർക്കെല്ലാം കർത്താവെ സ്ഥിരസംബന്ധമായ രോഗങ്ങൾ, എപ്പിലെപ്സി രോഗങ്ങൾ, അപസ്മാര രോഗങ്ങൾ, കർത്താവ് ന്യൂറോട്ടിക്കായിട്ടുള്ള എല്ലാ രോഗങ്ങളെയും കർത്താവ് നീ സ്പർശിച്ച് സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രോഗാതുരമായ ഭാഗങ്ങളെ സമർപ്പിക്കുന്നു. സൗഖ്യം നൽകണമേ. ദിവ്യമാം ദാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റിടമേ.
കർത്താവാവശ്യമേ ഗർഭാശയത്തിലും മുഴവുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, PCOD അസുഖമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അണ്ടാശയം കർത്താവെ, അണ്ടാശയത്തെ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സാങ്കേതികമായ സഹായം കൊണ്ടുവരും കർത്താവെ, കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞ കർത്താവെ, അതിനുവേണ്ടി ലക്ഷങ്ങൾ മുടക്കിയിട്ട് നിരാശയോടെ സങ്കടപ്പെട്ട് നടക്കുന്നവരുടെ കർത്താവെ, കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൻ ചൈതന്യമേ സർവ്വവേള വന്നു നിറഞ്ഞിടണേ. വേദനിക്കുന്നവരെ ദിവ്യമാം ഗാനങ്ങളാൽ ഞങ്ങളെ നവ്യരായി മാറ്റണമേ. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി മുട്ടിയിൽ നിന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങൾ കണ്ണീരോടെ കർത്താവിനെ സമർപ്പിക്കാനുണ്ടെങ്കിൽ ഇപ്പോഴും മുട്ടിൽ നിന്നുകൊണ്ട് നീ സമർപ്പിക്കട്ടെ. ഈ ആശീർവാദത്തിൻ്റെ കുടുംബത്തെ കർത്താവിനെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. യെശയ്യാ 43:15 ഒരമ്മ തൻ്റെ ഉദരഫലമായ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ലെന്ന് പറഞ്ഞ ദൈവം നിന്റെ കുടുംബത്തെ ആശീർവദിക്കുക. ന്യൂറോ സംബന്ധമായ രോഗങ്ങളെ മുഴുവനും കർത്താവ് ഇപ്പോൾ ആശീർവദിക്കും. ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുട്ടികളെ, ഓട്ടിസം ബാധിച്ചിട്ടുള്ളവരെ, അവരെല്ലാം കർത്താവ് ഇപ്പോൾ ഏറ്റെടുക്കും. വിശ്വാസത്തിൽ മന്ദത ഭാവിച്ചവരെ, കുടുംബം ശാപഗ്രസ്തമായി എന്ന് വിശ്വസിക്കുകയും അന്ധവിശ്വാസത്തിൽ കഴിയുകയും കഴിയുന്നവരെ ഇപ്പോൾ ഈശോ ഏറ്റെടുക്കും. മനമുയർത്തി കരമുയർത്തിക്കൊണ്ട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. തളർവാദ രോഗിയുടെ കിടക്കേട് നടക്കാൻ കൽപ്പിച്ച ദൈവം, കുരുള്ളവരെ നിവർത്തിയ ദൈവം, പിശാചി ബാധിനെ സൗഖ്യപ്പെടുത്തിയ ദൈവം ഇപ്പോൾ നിന്റെ കുടുംബത്തിൻ്റെ എല്ലാ രോഗപീഠകളെയും എല്ലാ വേദനകളെയും എല്ലാ ശാപങ്ങളെയും ദിവ്യകാരുണ്യത്തിലേക്ക് ഈശോ ആവാഹിച്ചെടുക്കുകയാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുമ്പിൽ നിന്ന് കരങ്ങളുയർത്തി കർത്താവിനെ സ്തുതിച്ച് അപേക്ഷിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. സ്തുതിക്കുന്ന കർത്താവെ, ആരാധിക്കുന്ന ദൈവമേ, കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ മാരക രോഗങ്ങളിൽ, ക്യാൻസർ രോഗങ്ങളിൽ, മുഴകൾ മൂലം വിഷമിക്കുന്നവരെ ഈശോനെ ആശീർവദിക്കുന്ന നന്ദി പറയുന്നു. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നവർ എന്ന് പറയുന്നു. ജനിതക വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ അങ്ങ് ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ കുടുംബത്തിലെ പൈശാചി ബന്ധനങ്ങൾ വിടുതൽ പ്രാപിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ ശിശുക്കൾ എൻ്റെ അടുക്കൽ വരാൻ കൽപ്പിച്ചെന്ന കർത്താവെ, എല്ലാ മക്കളെയും കുഞ്ഞുങ്ങളെയും അങ്ങ് ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ഓരോരുത്തരെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.